കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. 1.94 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി. 1.94 കോടി രൂപ വിനിയോഗിച്ചാണ് സബ് ട്രഷറി നിർമ്മിക്കുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. HLL ലൈഫ് കെയർ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. കാഴ്ചശക്തി പരിശോധിക്കുക, ബുദ്ധി പരിശോധിക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഇത്രയേറെ കാര്യങ്ങൾ നടക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ്. ഞാനിത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓരോ സ്ഥലത്തും, ഞാൻ തൊട്ടു മുമ്പ് എടത്വായിലെ അവിടുത്തെ ട്രഷറിയുടെ തറക്കല്ലിടൽ കഴിഞ്ഞാൽ വന്നേ. ഇതെല്ലാം 9 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ്. ഇത് 9 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് പദ്ധതി. എടത്വായിൽ നിന്ന് ഇവിടെ വരെ അരമണിക്കൂർ എടുത്തില്ല. എടത്വായ ഒരു 10 വർഷം മുമ്പ് എന്തായിരുന്നു അമ്പലപ്പുഴ പൊടിയാടി തിരുവല്ല റോഡ്? എന്തായിരുന്നു AC റോഡ്? ഇവിടുത്തെ ഓരോ റോഡുകൾ എന്തായിരുന്നു? അപ്പോൾ ഈ രാഷ്ട്രീയമൊന്നുമില്ല. കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ് കേരളം. എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ കഴിയേണ്ട നാടാണ് കേരളം. ആ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം അത് ഈ ചെറിയ റോഡുകളും മാത്രമല്ല, ആശുപത്രിയിലും സ്കൂളുകളും മറ്റു കാര്യങ്ങളും മാത്രമല്ല. വിഴിഞ്ഞം തുറമുഖം പോലൊരു തുറമുഖം സ്വപ്നത്തിൽ കാണാൻ പറ്റുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് 8,500 കോടി രൂപ ചെലവായതിനകത്ത് 5,600, 5,700 കോടി ചെലവാക്കിയത് സംസ്ഥാന ഗവൺമെന്റാണ്. ബാക്കി ആ കൺസ്ട്രക്ഷണൽ കമ്പനിയാണ് 2,500 കോടി. ഒരൊറ്റ നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എന്നുള്ളപ്പോഴാണ് അത്ര ലോകത്തെ ഏറ്റവും വലിയ 15 തുറമുഖങ്ങളിൽ ഒന്നായി മാറിയ വിഴിഞ്ഞം ഈ കൊച്ചു കേരളത്തിലെ സാധാരണ നിങ്ങളും ഞാനും അടക്കമുള്ള മനുഷ്യർ ചേർന്നുകൊണ്ട് പൂർത്തീകരിച്ചത് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, ട്രഷറി വകുപ്പ് ഡയറക്ടർ V. സാജൻ, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KP. ബിജുമോൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS. സുൽഫിക്കർ, മായാദേവി, SK. വിശ്വനാഥ, ഷാമില അനിമോൻ, അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, കൗൺസിലർ രാജശ്രീ കമ്മത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.